ഹലോ മച്ചാമാരെ, ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബജാജ് പൾസർ 150 എന്ന 2024 മോഡലിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അതായത് ഒരു 1500ഓളം കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിൻ്റെ യൂസർ റിവ്യൂ ആണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതെൻ്റെ വണ്ടിയല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ആളിൻ്റെ അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളും നിങ്ങളുടെ അറിവിൽ ഈ വാഹനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത വാഹനമാണ്, എനിക്ക് പറയുന്നതൊന്നും ശരിയല്ല എന്ന് തർക്കിക്കുന്ന സുഹൃത്തുക്കൾക്ക് തർക്കിക്കാം. ഒരു 5-6 ദിവസത്തോളം ഞാനും ഓടിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, യുവാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് ബജാജ് 2001 നവംബർ 24 ലോഞ്ച് ചെയ്ത ഒരു മോഡലായിരുന്നു ബജാജ് പൾസർ 150 cc എയർ കൂൾഡ് എൻജിനോട് കൂടിയൊരു വാഹനം. ഇപ്പോൾ ഇത്രയും വർഷം 2024 വന്നിട്ട് പോലും വാഹനത്തിൻ്റെ ആ ഒരു ജനശ്രദ്ധ ആകർഷിക്കുന്നതിലായാലും ആ ഒരു അവരുടേതായിട്ടുള്ള ഒരു ഗാംഭീര്യത്തിലോ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ലുക്ക് വൈസിലായാലും ബിൽഡ് ക്വാളിറ്റിയിലായാലും പെർഫോമൻസിലായാലും മുന്നിൽ തന്നെയാണ് ഇന്ന് ബജാജിൻ്റെ പല വാഹനങ്ങളും. അപ്പോഴും പലരും പറയുന്നുണ്ട് റീസെയിൽ വാല്യൂ ഇല്ല എന്ന് പറയുന്നുണ്ട്. റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. 2017 180 cc ഒരു ബജാജ് പൾസർ ഞാൻ മേടിച്ചു. അന്ന് 75,000 രൂപയായിരുന്നു അതിൻ്റെ വില. അതായത് ഡ്യുവൽ ടോൺ കളറിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ആ ഒരു ഫിനിഷിൽ വന്ന കളറായിരുന്നു. തിരിച്ച് ഒരു 4 വർഷത്തോളം ഓടിച്ചു. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. പിന്നീട് എനിക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ആ വാഹനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ 75,000 രൂപ മുടക്കി ഞാൻ മേടിച്ച ഒരു വാഹനം എനിക്ക് പിന്നീട് കൊടുക്കേണ്ടി വന്നത് 14,000 രൂപയ്ക്കാണ്. അപ്പോൾ റീസെയിൽ വാല്യൂ ഇല്ലാത്തൊരു വാഹനം. അതിനുശേഷമാണ് ഞാൻ ബജാജിൻ്റെ വാഹനങ്ങൾ മേടിക്കാത്തത്. അപ്പോൾ ഞാൻ അപ്പോൾ ഒരു വാഹനം മേടിച്ച് അമളി പറ്റിയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ റീസെയിൽ വാല്യൂ ഇല്ലെങ്കിൽ പോലും ഓടിച്ച് മുതലാക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് മുതലാക്കാം. നല്ലൊരു ഗുണമുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് വരാം. ലെങ്ത്ത് വരുന്നത് 2055 mm, വിഡ്ത്ത് വരുന്നത് 765 mm, ഹൈറ്റ് വരുന്നത് 1060 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 mm ആണ്. അപ്പോൾ വാഹനം ഓടിക്കുന്ന സുഹൃത്തുക്കൾക്കറിയാം, അടിതട്ടുന്ന പ്രശ്നങ്ങളോ മറ്റ് സ്ക്രാച്ച് ആവുന്ന പ്രശ്നങ്ങളോ ഹമ്പുകളിൽ ഇടിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും ഈ വാഹനത്തിന് വരത്തില്ല. സീറ്റ് ഹൈറ്റ് വരുന്നത് 785 mm ആണ്. നല്ല ഹൈറ്റുള്ള ഒരാൾക്കായാലും ഹൈറ്റ് ഇല്ലാത്ത ആൾക്കായാലും വളരെ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. ടോപ്പ് സ്പീഡ് വരുന്നത് 110 km/h ആണ്. വാൽവ് വരുന്നത് 2 സ്ട്രോക്കാണ് വരുന്നത്. കൂളിംഗ് സിസ്റ്റം വരുന്നത് എയർ കൂൾഡ് എൻജിനാണ്. വീൽ സൈസ് വരുന്നതിന് 17 ഇഞ്ചസിൻ്റെ 2 ടയറാണ്. നമുക്കിത് 2 വേരിയൻറ്റിൽ കിട്ടും. ഡ്യുവൽ ഡിസ്കായിട്ടും കിട്ടും, ഫ്രണ്ട് സിംഗിൾ ഡിസ്കായിട്ട് നമുക്ക് ഈ വാഹനം കിട്ടും. കോബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. 17 ഇഞ്ചസിൻ്റെ 2 ടയർ വരുന്നുണ്ട്. 149.5 cc എൻജിനാണ് ഇവിടെ വരുന്നത്. ടോർക്ക് വരുന്നത് 13.25 mm ആണ്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 15 ലിറ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. ട്വിൻ സ്പ്രോക്കാണ് വരുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ DTSI എൻജിനാണ്. സിംഗിൾ സിലിണ്ടറാണ് ഇവിടെ വരുന്നത്. ഒത്തിരി മച്ചാന്മാരുടെ ഒരു സംശയമാണ് പൾസറിൻ്റെ വാഹനം, അതായത് പൾസർ 150 മുതൽ അങ്ങോട്ട് മുന്നോട്ടുള്ള വാഹനങ്ങൾക്ക് മൈലേജ് കുറവ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഞാനിവിടെ മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. 54.5 കിലോമീറ്റർ മൈലേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഞാനിവിടെ സ്പീഡോമീറ്റർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിവിടെ ഹെഡ് ലാമ്പ് വരുന്നത് ഹാലജനാണ്. അത് പൾസറിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ടെയിൽ ലാമ്പ് വരുന്നത് LED ആണ്. ഇൻഡിക്കേറ്റേഴ്സിലും വരുന്നത് ഹാലജൻ ബൾബ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇവിടെ വരുന്നുണ്ട്. ബാക്ക് വരുന്നത് ഗ്യാസ് ഫിൽഡ് സസ്പെൻഷനാണ് വരുന്നത്.
അത്യാവശ്യം അന്നും ഇന്നും മഹിമയിലും ഗുണങ്ങളിലും ഒരു പ്രശ്നവുമില്ല തന്നെ ഈ വണ്ടി ഇന്നും നല്ലൊരു സെയിൽ നടത്തുന്നുണ്ട്. മച്ചാന്മാരെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വാഹനം എടുക്കാം. ഞാനൊരു 4-5 ദിവസം ഈ വാഹനം ഓടിച്ചു. ഒത്തിരി സുഹൃത്തുക്കൾ ഓടിച്ച് അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. എൻ്റെ സുഹൃത്തും നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ മിനിമം ഒരു 1 ലിറ്ററാണ് കമ്പനി പറയുന്നത്. നമ്മുടെ പണ്ടത്തെ റിസർവ് ആ ഒരു കപ്പാസിറ്റി അതിപ്പോൾ നമുക്കിപ്പം അത് കമ്പൽസറി ആയിട്ടുണ്ട്. മിനിമം ഒരു 2 ലിറ്ററെങ്കിലും നിങ്ങൾ ഈ ബൈക്കിൽ കരുതിയിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് അതിൻ്റെ നമ്മുടെ പമ്പ് എപ്പോഴും ഫ്യൂൽ പമ്പ് എപ്പോഴും പെട്രോളിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ വരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 8,000 10,000 രൂപ കയ്യിൽ കരുതിയിട്ട് മാത്രമേ പെട്രോളില്ലാതെ വണ്ടി ഓടിക്കാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടും. എപ്പോഴും ഒരു 2 ലിറ്ററോടെ, നമ്മുടെ ഇന്നത്തെ ഒരു പെട്രോളിൻ്റെ വിലയിൽ നമ്മൾ സാധാരണക്കാരനത് പറ്റുന്നതല്ല, എങ്കിലും ഒരു 2 ലിറ്റർ പെട്രോൾ എപ്പോഴും കയ്യിലല്ല ടാങ്കിനുള്ളിൽ കരുതിയിരിക്കുക. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ലൈറ്റൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി 17 ഇഞ്ചസിൻ്റെ ടയർ ബേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മീറ്റർ കൺസോളിൽ വരുന്നത് ടൈം വരുന്നുണ്ട്. ട്രിപ്പ് A, B, F വരെ വരുന്നുണ്ട്. അതായത് ഓരോ ട്രിപ്പും എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടിയെന്നും ഓരോ ട്രിപ്പും നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്നും നമുക്കിവിടെ അറിയാൻ പറ്റും. വാഹനം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സർവീസ്, ഓയിൽ ചേഞ്ച്, ചെയിൻ ലൂമിങ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അത്യാവശ്യം ഒരു 3 പേർക്ക്, ഒരു കുഞ്ഞുവാവയ്ക്കും 2 പേർക്ക് പില്ലറും റൈഡറിനും 3 പേർക്ക് സുഖമായിട്ട് ഇവിടെ യാത്ര ചെയ്യാം. നമുക്കിവിടെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ടു MT എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നു. അതായത് നമുക്ക് ഉള്ള പെട്രോൾ വെച്ച് ഇനി എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്നൊരു ഓപ്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ട്രിപ്പ് സെറ്റ് ചെയ്ത് ഓടാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ വന്നിട്ട് ഹാലജനാണ് വരുന്നത്, LED ഒന്നുമല്ല. ബജാജിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ഈ സിസ്റ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും മച്ചാനെ.